ഹേ ഗായ്സ്, അസ്സാം വലൈക്കും. ഇനി നമുക്ക് സോയാബീൻ വെച്ചൊരു ഐറ്റം കണ്ടാലോ. അതിന് തന്നെ പാൻ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കട്ടോ. അത് ചൂടായി വരുമ്പോഴേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിക്കുക. ഈ പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കട്ടോ. എന്നിട്ട് അതിക്ക് സവാള, ഇവിടെ 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണ്ടേ. ആ സവാള ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലോട്ട് തക്കാളി ഇട്ടൊന്നുകൂടെ വഴറ്റുക. ഇനി കരിവേപ്പിൻ്റെ ഇലയും പച്ചമുളക് ഇടണം കേട്ടോ. ഉപ്പിടാൻ മറക്കരുത്, ആവശ്യത്തിന് ഉപ്പിട്ട് കണ്ട് നോക്കാം. ഇനി നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അവിടെ ബീഫ് മസാലപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ പൊടി ഉണ്ടാവും കൊടുക്കുക. പിന്നെ ഗരം മസാലയും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുത്ത് ഒന്ന് നല്ലോണം വഴറ്റിയിട്ട് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള കെച്ചപ്പ് ഒഴിക്കാൻ മറക്കരുത് കേട്ടോ. കെച്ചപ്പും സോയാ സോസും ഒഴിച്ചിട്ട് ഒന്നുകൂടെ വീണ്ടും ഇളക്കാം. എന്നിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സോയാബീൻ, ഞാനിവിടെ സോയാബീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് സ്പൈസസ് ഒക്കെ ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്താൽ നമ്മുടെ സംഭവം റെഡി ആക്കണം. ഞാനൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിനി, അതിൻ്റെ കൂടെ കഴിച്ചേക്കാം കേട്ടോ. അപ്പോൾ സംഭവം സെറ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.